Okay, we can continue the same lesson, cubes and cube roots. Here exercise 7.2, question number 5. Then the number is 15,625. Okay, for finding the prime factors, we prime factorize this way. 15,625 with 2 and 3 we can do, so we start with 5. Okay, 500 divide ചെയ്യുമ്പോൾ 3,125 ആദ്യം വരും. വീണ്ടും 500 divide ചെയ്യുമ്പോൾ 625. Then once more with 5, 125, then 25, then 5. Upon how many times are there? Here we can see 6 times the number 5. So 5 to the power of 6 ആണ് വരുന്നത്. അപ്പോൾ തേർഡ് റൂട്ട് എടുക്കുമ്പോൾ 5 to the power of 6ൻ്റെ തേർഡ് റൂട്ട് എടുക്കുമ്പോൾ 6നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ദാറ്റ് ഈസ് 2. അപ്പോൾ 5 സ്ക്വയർ എന്ന് വരും. സോ ആൻസർ 25. ഓക്കെ, അപ്പോൾ അതുപോലെ നെക്സ്റ്റ് നമ്പർ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13,824 ആയിരുന്നു. സിക്സ്ത് ക്വസ്റ്റ്യൻ 13,824ൻ്റെ പ്രൈം ക്യൂബ് റൂട്ട് കാണാൻ. അപ്പോൾ അവിടെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ നമ്പർ ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 6,912 എന്ന് വരും. വീണ്ടും ചെയ്യുമ്പോൾ 3,456, പിന്നെ 1,728, then 864, then 432, 216, 108, 54. അവിടെ വരുമ്പോൾ പിന്നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ദെൻ വിത്ത് 3, 27നെ 3 കൊണ്ട് ചെയ്തു, 9നെ വീണ്ടും ചെയ്യുമ്പോൾ 3. ഓക്കെ, ലാസ്റ്റ് നമുക്ക് 1ലെത്തി. അപ്പോൾ ഹൗ മെനി ടൈംസ് ഓഫ് 3? 3 3s, 2s, 9 2s ഉണ്ട്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് 2s 9. സോ നമ്മൾ തേർഡ് റൂട്ട് ഓഫ് 2 to the power of 9 ഇൻറ്റു 3 to the power of 3 എന്ന് എഴുതി. അതിൻ്റെ തേർഡ് റൂട്ട് എടുക്കുമ്പോൾ 9ൻ്റെ 9 divided by 3, so that is 3. 1/3 of 9 എടുക്കുമ്പോൾ 3യും 1/3 of 3 എടുത്താൽ 1ഉം. സോ 2 to the power of 3 ഇൻറ്റു 3 to the power of 1 എന്നാകും. 2 to the power of 3 എന്ന് പറഞ്ഞാൽ 8. സോ 8 ഇൻറ്റു 3 24 ആയിരുന്നു ആൻസർ. ഓക്കെ, നമുക്ക് വെരിഫൈ ചെയ്യാം. 24നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ വി ക്യാൻ സി ദാറ്റ് ഈസ് 13,824. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 6 കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. Sorry, 7 the question, this one here 1,10,592. ഓക്കെ, കുറച്ചുകൂടെ വലിയ നമ്പർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. 2 കൊണ്ട് തന്നെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. സോ 111,0,592. ഓക്കെ, സോ സ്റ്റാർട്ടിങ് വിത്ത് 2. ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ചെയ്യാം. ഇത്രയും വലിയ നമ്പർ ആകുമ്പോൾ നമുക്ക് കുറേ പ്രാവശ്യം ചിലപ്പോൾ 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ 5 2s 10 വന്നു, അവിടെ ക്യാരി 1 വന്നു. സോ 10 ആയി. വീണ്ടും 5 വന്നു. അടുത്ത നമ്പർ 2 2s 4 വന്നു, അപ്പോൾ ഒരു ക്യാരി വന്നു 19. 9 2s 18 വന്നു, വീണ്ടും ക്യാരി വന്നു, അപ്പോൾ 6 ആയി. ഓക്കെ, നിങ്ങളിങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിച്ചാൽ അതായിരിക്കും ഈസി. അല്ലെങ്കിൽ നോർമൽ ഡിവിഷൻ ചെയ്തിട്ട് ആ നമ്പർ ഇവിടെ എടുത്തെഴുതണം. ഓക്കെ, വീണ്ടും 2 കൊണ്ട് ചെയ്തു. 2 2s 4, ദെൻ ക്യാരി വന്നു 15 ആയി. 15 7 2s 14, വീണ്ടും ഒരു ക്യാരി വന്നു. സോ 12 ആയി. ദാറ്റ് ഈസ് 6 വന്നു. ഇനി 9നകത്ത് 2 4s 8 വന്നു, വീണ്ടും ക്യാരി വന്നു 16. സോ 8 വന്നു. വീണ്ടും 2 ഹിയർ 1 2 3s 6 ക്യാരി വന്നു 8, ദെൻ 2 ആൻഡ് 4. പിന്നെയും 2 കൊണ്ട് ചെയ്യാം. സോ ഇവിടെ 6 2s 12 ആയി, ക്യാരി വന്നു 18നകത്ത് 9 2s 18, വീണ്ടും ഇവിടെ 1 2 വന്നു. വീണ്ടും 2 കൊണ്ട് ചെയ്താൽ ദാറ്റ് ഈസ് 3 ഹിയർ 4 2 4s 8, ക്യാരി വന്നു 11 ആയി. 5 2s 10 വന്നു, വീണ്ടും 12 ആയി. സോ 6. പിന്നെയും 2 കൊണ്ട് ചെയ്തു. ഹിയർ 1, ദെൻ ഇവിടെ 14 ആയി. സോ ദാറ്റ് ഈസ് 7 2s 14, ദെൻ 5 2 2s 4, പിന്നെ ക്യാരി വന്നു 16നകത്ത് 8. ദെൻ വൺസ് മോർ വിത്ത് 2 ഹിയർ 2 8s 16 വന്നു, ഇവിടെ 12 വരും. സോ 6 വരും, ദെൻ 4. ദെൻ വിത്ത് 2 ഹിയർ 4 3 2, പിന്നെയും 2 കൊണ്ട് ചെയ്തു. ദാറ്റ് ഈസ് 2 1 6, പിന്നെയും 2 കൊണ്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് എത്ര വരും? 216നെ വലിയ നമ്പർ ആയതുകൊണ്ട് കുറേ ടൈംസ് നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഇവിടെ 108 വന്നു. ഇത് നമ്മൾ തൊട്ട് മുൻപിലെ ക്വസ്റ്റിനും ഏകദേശം ഇതുപോലെ തന്നെ ചെയ്തു പോയതാണ്.
അപ്പോൾ ഇവിടെ 54 വന്നു. പിന്നെയും 2 കൊണ്ട് ചെയ്യുമ്പം 27 വന്നു. ഇനി നമുക്ക് 3 കൊണ്ട് ചെയ്യണം. സോ 9, then 3, then here also 3, then last we have the number 1. ഓക്കെ, ഈ 3 ഇവിടെ ഇല്ല ലാസ്റ്റ്. അപ്പോൾ how many 3s are there? ഓക്കെ, അവിടെ ടോട്ടൽ 3 3s ഉണ്ട്. ഇനി 2 എത്ര ടൈംസ് ഉണ്ടെന്ന് എണ്ണി നോക്കണം. Here 1 2 3 4 5 6 7 8 9 10 11 12 ടൈംസ് 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 2 to the power of 12 into 3 to the power of 3 ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ തേർഡ് റൂട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, പവറിൻ്റെ എല്ലാം പവറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 വരും. 3നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 തന്നെ. സോ 2 to the power of 4 into 3 എന്ന് വരും. 2 to the power of 4 നമുക്കറിയാം. 2 to the power of 3 8 ആണ്. 2 to the power of 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 16 times 3 ദാറ്റ് ഈസ് 48. ഓക്കെ, അപ്പോൾ ഈ നമ്പറിൻ്റെ തേർഡ് റൂട്ട് എന്ന് പറയുന്നത് 48 ആയിരിക്കും. അല്ലെങ്കിൽ 48നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1,10,592 വരും. ഓക്കെ, അപ്പം നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പം ശ്രദ്ധിച്ച് ചെയ്യണം. ഡിവിഷനകത്ത് മിസ്റ്റേക്ക് വരരുത്, അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ എണ്ണി നോക്കുമ്പോൾ ഇവിടെ പവർ മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ക്യൂബ് റൂട്ട് കാണാൻ പറ്റുള്ളൂ. ക്യൂബ് റൂട്ട് കാണാൻ പറയുന്ന ക്വസ്റ്റിനകത്ത് എന്തായാലും അതിൻ്റെ മൾട്ടിപ്പിൾ ഒരു 3യുടെ എക്സ്പൊണൻസ് എല്ലാം 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ വന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് ദ മിസ്റ്റേക്ക് ഓഫ് യുവർ കാൽക്കുലേഷൻ. അപ്പോൾ വീണ്ടും റീചെക്ക് ചെയ്ത് കാൽക്കുലേഷൻ കറക്റ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റിയാൽ ഫാസ്റ്റായിട്ട് ചെയ്യാം. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ നിങ്ങൾ എഴുതി തന്നെ നോർമൽ ഡിവിഷൻ ചെയ്ത് ആ വാല്യൂസ് ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ദെൻ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് വൺ 8th ക്വസ്റ്റ്യന് അല്ലേ. 8th ക്വസ്റ്റ്യൻ ഈസ് 46,656. ഓക്കെ, അതിനെ നമുക്ക് ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 46,656. ഓക്കെ, ഇതിനകത്ത് അത്രയേ ഉള്ളൂ. ഡിവിഷൻ ഫാസ്റ്റായിട്ട് ചെയ്യുക, ഡിവിഷൻ കറക്റ്റായിട്ട് ചെയ്യാൻ അറിയണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ക്യൂബ് റൂട്ട് കാണാനുള്ള ഒരു മെത്തേഡ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. അല്ലാതെ ബൈ ഡിവിഷൻ മെത്തേഡ് ഓൾസോ വി ക്യാൻ ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ഓഫ് എ നമ്പർ ബൈ ലോങ് ഡിവിഷൻ മെത്തേഡ്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇന്ന് ഈ സെയിം നമ്പറിനെ തന്നെ ഡിവിഷൻ മെത്തേഡിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനെ വീണ്ടും 2 കൊണ്ട് ചെയ്തു. സോ ഹിയർ 2 3 3, here 2 8, then with 2 here 1 1 6 6 4, then with 2 5 8 3 2, with 2 here 2 9 1 6, we had 2 1 4 5 8, into 2 7 2 9. ഓക്കെ, ഇനി നമുക്ക് 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 3 നോക്കാം അല്ലേ. 3 കൊണ്ട് ചെയ്യാൻ പറ്റുമോ? 7 + 2 9 + 9 18 ആണ്. ഓക്കെ, അപ്പോൾ 3 കൊണ്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ 2 വരും, 12 വരുമ്പോൾ 4, then 3. വീണ്ടും ഇതിനെ 3 കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഓക്കെ, 3 കൊണ്ട് ചെയ്യാം. സോ 3 കൊണ്ട് ചെയ്യുമ്പോൾ ഹിയർ 8 3s 24 ആൻഡ് ഇവിടെ 1 വന്നു. ഓക്കെ, ഇനി 81നെ വീണ്ടും 3 കൊണ്ട് ചെയ്താൽ 27 വരും. 27നെ 3 കൊണ്ട് ചെയ്താൽ 9. വീണ്ടും 9നെ 3 കൊണ്ട് ചെയ്യുമ്പം 3, ദെൻ ഒരു പ്രാവശ്യം കൊണ്ട് 3 കൊണ്ട് ചെയ്തു, ദാറ്റ് ഈസ് 1. അപ്പോൾ എത്ര 3s ഉണ്ട് ഇവിടെ? 2 4 6 3 6 എണ്ണമുണ്ട്. അതുപോലെ 2 ഹിയർ 2 4. ഓക്കെ, 2ഉം 6 ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ 2 to the power of 6 into 3 to the power of 6 എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യൂബ് റൂട്ട് എടുത്താൽ 2 to the power of 6 into 3 to the power of 6. ഓക്കെ, രണ്ടിൻ്റെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പവറിനെ രണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 to the power of 2ഉം 3 to the power of 2ഉം ആവും. 2 to the power of 2 എന്ന് പറഞ്ഞാൽ 4, 3 to the power of 2 എന്ന് പറഞ്ഞാൽ 9. സോ 4 times 9 ആണ്. 4 times 9 is 36. ഓക്കെ, അപ്പം
ഇതിൻ്റെ ആൻസർ 36 ആയിരിക്കും. ഓക്കെ, നിങ്ങൾ 3 ടൈംസ് 36നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്, അങ്ങനെ വെരിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 9. 17,000 അല്ല, 1,75,616. ഓക്കെ, ഇവിടെ നമുക്ക് കുറേ പ്രാവശ്യം ഡിവൈഡ് ചെയ്യേണ്ടി വരും, വലിയ നമ്പറാണ്. സോ 5616. നെക്സ്റ്റ് ഫസ്റ്റ് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. So here 8, then 7, 8, the 1 6. Okay, here 0, 8 വരും. ഓക്കെ, വീണ്ടും 2 കൊണ്ട് ചെയ്തു. ദാറ്റ് ഈസ് 4, 3, 9, 0, 4. പിന്നെയും 2 കൊണ്ട് ചെയ്തു. 2, 1, 5, 2. Once more with 2, 0, 9, 7, 6. Here 5, 4, 8, 8. Then with 2, here 2, 7, 4, 4. വീണ്ടും 2 കൊണ്ട് ചെയ്തു. Here 1, then 3, 7, 2. ഓക്കെ, പിന്നെയും 2 കൊണ്ട് തന്നെ ചെയ്യാം. സോ ഹിയർ 6, then 8, 6 with 2, here 3, 4, 3. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കൊണ്ട് ചെയ്യണത് അവിടെ വരെ പറ്റുള്ളൂ. ഇനി 3, 4, 3 എന്നുള്ള നമ്പറാണ്. 3 കൊണ്ട് ചെയ്യാമെന്ന് നോക്കാം. 3 + 4 7 + 3 10. ഓക്കെ, അപ്പോൾ 3 കൊണ്ട് ചെയ്യാൻ മേലെ. നെക്സ്റ്റ് നമ്പർ 5 കൊണ്ടും ചെയ്യാൻ പാടില്ല. പിന്നെ ഉള്ളത് 7 കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 7 4 28 വരും. 28, അപ്പോൾ അവിടെ ഒരു ക്യാരി 6 വരണത്. 63 വരുമ്പോൾ 9 7 63. ഓക്കെ, ദാറ്റ് ഈസ് കറക്റ്റ്. വീണ്ടും 7 കൊണ്ട് ചെയ്തു. ഇവിടെ 7 വൺസ് മോർ വിത്ത് 7, ദാറ്റ് ഈസ് 1. ഓക്കെ, അപ്പോൾ 3 7s ഉണ്ട്. ഇനി 2 എത്രയുണ്ട്? 1 2 3 4 5 6 7 8 9 2. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ 2 to the power of 9 into 3 to the power 7 to the power of 3 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തേർഡ് റൂട്ട് എടുക്കുകയാണ്. തേർഡ് റൂട്ട് ഓഫ് 2 to the power of 9 into 7 to the power of 3 എന്ന് പറഞ്ഞാൽ 2 to the power of 3 into 7 എന്നായി അല്ലേ? കാരണം 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം 3. ഓക്കെ, 2 to the power of 3 എന്ന് പറഞ്ഞാൽ 8. So 8 into 7, that is 56 is the answer. Okay, 56നെ 3 times multiply ചെയ്യുമ്പോൾ we have 1,75,616 ആയിരുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് 91,125. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തില്ലേ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് ആയിട്ടിരിക്കട്ടെ. ഇതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയിട്ട് ആൻസർ നമ്മളുടെ കമൻറ്റിനകത്ത് ഇടണം. ഓക്കെ, അപ്പം ക്യൂബ് റൂട്ട് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ക്യൂബ് റൂട്ട് കാണാനാണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്യൂബ് റൂട്ട് ഡിവിഷൻ മെത്തേഡിൽ പഠിക്കും. ഓക്കെ.